തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ കണ്ണുകളും തലസ്ഥാനത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. 50 സീറ്റിലാണ് അവിടെ NDA വിജയിച്ച് കയറിയിരിക്കുന്നത്. 29 സീറ്റിലേക്ക് LDF വീണപ്പോൾ 9-ലധികം സീറ്റുകൾ പിടിച്ചെടുത്ത് UDF കരുത്തുകാട്ടി. ശേഷിക്കുന്ന 2 സ്വതന്ത്രരുടെ നിലപാടാണ് ഏറെ നിർണായകമായിരിക്കുന്നത്. NDA തലസ്ഥാനം ഏൽപ്പിക്കില്ലെന്ന് പറഞ്ഞ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തലസ്ഥാനത്ത് പ്രാദേശികമായി LDF UDF സഖ്യമുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ വന്നാൽ UDFന്റെ ശബരിനാഥിനെ മേയറാക്കിയുള്ള വിട്ടുവീഴ്ചകൾക്കാണ് സാധ്യത. 2 സ്വതന്ത്രരെ ഒപ്പം നിർത്താനുള്ള ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം പുറത്തുനിന്ന് LDFനെ പിന്തുണയ്ക്കുവാനാണോ UDF തീരുമാനം എന്നും വ്യക്തമല്ല. എന്തായാലും കോർപ്പറേഷൻ ഭരണത്തിന് തൊട്ടടുത്ത് നിൽക്കുകയാണ് NDA എന്ന കാര്യത്തിൽ തർക്കമില്ല. മുൻ മേയർ ആര്യ രാജേന്ദ്രൻ എന്ന യുവ നേതാവിന്റെ കഴിവുകേടാണ് അവിടെ CPMനെ പിന്നോട്ടടിച്ചത്. വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ UDFന്റെ ദയാദാക്ഷിണ്യം ലഭിക്കുമോ എന്ന ചിന്തയിലാണ് ഇപ്പോൾ LDF നിൽക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം എന്ന പ്രതീതി പ്രചാരണത്തിൽ ഉണ്ടായിട്ടും തലസ്ഥാനത്തെ വോട്ടർമാർ അത്രയ്ക്കങ്ങ് ആവേശത്തിലായില്ല. 10 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 2020 നോക്കുമ്പോൾ 15,000-ലധികം വോട്ടിന്റെ കുറവ് ഇക്കുറി സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് കോൺഗ്രസിന് അനുകൂലമായി നിന്ന ഘടകം. ഇത് പണിയായത് ആർക്കാണെന്ന് പ്രത്യേകം പറയേണ്ട. ആ പണി കിട്ടിയത് CPMനാണ്. UDF നേരത്തെ തന്നെ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്: ഒറ്റയ്ക്ക് ഭരണം കിട്ടില്ല എന്ന കാര്യം. അതേസമയം 2020 10 സീറ്റ് എന്ന നാണക്കേടിൽ നിന്ന് 9 സീറ്റുകൾ അധികമായി പിടിക്കാൻ സാധിച്ചത് നേട്ടം തന്നെയാണ്. അടിയൊഴുക്കുകൾ കൂടി അനുകൂലമായാൽ 35 സീറ്റ് കിട്ടുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചുവെങ്കിലും 20-നടുത്ത് എത്തിക്കാൻ സാധിച്ചത് നേട്ടം തന്നെയാണ്. ശബരിനാഥന്റെ കവടിയാറിലെ വിജയം വലിയ നേട്ടമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. വോട്ട് വെട്ടൽ വിവാദമുണ്ടായ മുട്ടട എന്ന ഇടതു കോട്ടയിൽ വൈഷ്ണ അത്ഭുതം സൃഷ്ടിക്കുമെന്ന കോൺഗ്രസിന്റെ ദീർഘവീക്ഷണവും വെറുതെയായില്ല. അതുകൊണ്ട് തന്നെ വെറുതെ ഭരണം BJPക്ക് കൊടുക്കണോ എന്ന ചിന്ത UDF ക്യാമ്പിനുണ്ട്. ശബരിയുടെ വാർഡിൽ BJPയെ തറപറ്റിക്കുമെന്ന് പറയുന്ന CPM ശബരിക്ക് അനുകൂലമായി വിധിയെഴുതി എന്നുറപ്പിക്കാം. തീരദേശ മേഖലകളിൽ കഴിഞ്ഞ തവണ 14 മുതൽ 15 വരെ സീറ്റുകൾ നേടാൻ സാധിച്ചിരുന്ന LDFന് ഇത്തവണ അത് 4ഓ 5ഓ ആയി മാറി. പേട്ട, ചാക്ക പോലുള്ള ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വിള്ളലുണ്ടായി. നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഇടങ്ങളിലും ഭീമാപ്പള്ളി, വലിയതുറ, പൂന്തുറ പോലെയുള്ള തീരദേശ ന്യൂനപക്ഷ മേഖലകളിലും കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ ആധിപത്യം അതേപടി നിലനിർത്താൻ LDFന് സാധിച്ചില്ല. ഈ തീരദേശ മേഖലയിൽ തങ്ങളുടെ നഷ്ടപ്പെട്ട അടിത്തറ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF തിരിച്ചു പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 21 കോർപ്പറേഷൻ വാർഡുകളിൽ UDFന് ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന അവരുടെ കണക്കുകൂട്ടൽ അതേപടി തന്നെ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഒരു നീക്കുപോക്കുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. അതേസമയം CPMലെയും കോൺഗ്രസിലെയും തലമുതിർന്ന നേതാക്കന്മാർ സഖ്യം വേണ്ടെന്നും ഇക്കുറി തോൽവി സമ്മതിച്ച് പ്രതിപക്ഷത്ത് ഒതുങ്ങിക്കൂടണമെന്നും പറയുന്നുമുണ്ട്. എന്തായാലും വലിയ പ്രഖ്യാപനങ്ങൾ വരും മണിക്കൂറിലുണ്ടാകുമെന്ന് മാത്രം പറയാൻ സാധിക്കും.